Hi everyone. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മുടെ റേഷ്യോ അനാലിസിസ് എന്നുള്ള ഒരു മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു ടോപ്പിക് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ഇനി നമ്മൾ പറയാൻ പോണത് അനാലിസിസ് ഓഫ് സോൾവൻസി ഓർ സോൾവൻസി റേഷ്യോസ്. സോൾവൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ എബിലിറ്റി ടു മീറ്റ് ഓൾ ലയബിലിറ്റീസ് ഇൻ ഫുൾ ഇൻ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ. ഇറ്റ് ഈസ് ദ ലോങ് ടേം ലിക്വിഡിറ്റി ഓഫ് എ ഫേം. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേമിനെ സംബന്ധിച്ച് അവരുടെ ലോങ് ടേം ലിക്വിഡിറ്റീനെയാണ് നമ്മൾ സോൾവൻസി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് മീൻ ചെയ്യണത്. ഒരു ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഫേമിൻ്റെ കഴിവാണ് ലിക്വിഡിറ്റി എന്നുണ്ടെങ്കിൽ, ലോങ് ടേം നാച്ചുറൽ ഒരു ദീർഘകാലത്തേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് അതിൻ്റെ ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി അതിനുണ്ടോ, അതിനെയാണ് സോൾവൻസി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോണത് സോൾവൻസി റേഷ്യോസ് അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് സോൾവൻസി. ഒരു കമ്പനിയുടെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലോങ് ടേം ലിക്വിഡിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അനലൈസ് ചെയ്യാണ്. അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് സോൾവൻസി റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്നത് 6 റേഷ്യോസ് ആണ്. ഫസ്റ്റ് വൺ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, സെക്കൻഡ് വൺ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, തേർഡ് വൺ പ്രൊപ്രൈറ്ററി റേഷ്യോസ്, അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഇക്വിറ്റി റേഷ്യോസ്. ദെൻ ദ ഫോർത്ത് വൺ സോൾവൻസി റേഷ്യോ, fifth one ratio of fixed assets to net worth, then the sixth one funded debt to capitalization. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ഇത്രയും കാലം അതായത് നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ലിക്വിഡിറ്റി റേഷ്യോസ്, ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ പഠിക്കുന്നത്. സോൾവൻസി റേഷ്യോസ് എന്തിനാണ്, ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലോങ് ടേം ലിക്വിഡിറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുപയോഗിക്കുന്ന ടൂളാണ് സോൾവൻസി റേഷ്യോസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 റേഷ്യോസ് ആണ് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ആദ്യത്തെ റേഷ്യോ ആണ് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റ് വൺ ഏതാണ്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഡെറ്റും ഇക്വിറ്റിയും. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ബോറോവ്ഡ് ഫണ്ട് ഉണ്ടായിരിക്കും. ആ ബോറോവ്ഡ് ഫണ്ടിനെയാണ് നമ്മൾ ഡെറ്റ് എന്ന് പറയാം. ദെൻ ഓണേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള ബോറോവ്ഡ് ഫണ്ടും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇക്വിറ്റിയും ഡെറ്റും, അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ, അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ബോറോവ്ഡ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ട്. ഒരു കമ്പനിയുടെ ടോട്ടൽ ബോറോവ്ഡ് ഫണ്ട്സിനെ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഓൺഡ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടുന്നത്. യെസ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ടോട്ടൽ ബോറോവ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ബോറോയിങ്സ് അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. യെസ്, ഇറ്റ് ഈസ് ദ അഗ്രിഗേഷൻ ഓഫ് ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺസ് ആൻഡ് ഓൾ ദ കറണ്ട് ലയബിലിറ്റി. ഒരു ഫേമിനെ സംബന്ധിച്ച് അവരുടെ ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺ അതുപോലെ തന്നെ മറ്റ് കറണ്ട് ലയബിലിറ്റി, അതിൻ്റെ എല്ലാം ഓൾ ടോട്ടൽ, അതിൻ്റെ എല്ലാം അഗ്രിഗേഷൻ, അതിനെയാണ് നമ്മൾ ടോട്ടൽ ബോറോവ്ഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺഡ് ഫണ്ട് എന്തായിരിക്കും, ഓൺഡ് ഫണ്ട് ഇൻക്ലൂഡ് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ ആൻഡ് ഓൾ ഐറ്റംസ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസസ്. ഇക്വിറ്റി ക്യാപിറ്റലും പ്രിഫറൻസ് ക്യാപിറ്റലും റിസർവും സർപ്ലസസും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓൺഡ് ഫണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ബോറോവ്ഡ് ഫണ്ടിനെ ഓൺഡ് ഫണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടുന്നത്. ഇനി അത് നമ്മൾ ഒരു റേഷ്യോ കിട്ടി, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടിയെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് ഇൻറ്റർപ്രറ്റ് ചെയ്യേണ്ടത്? അതിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു റൂൾ ഓഫ് തമ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നോം ഉണ്ടായിരിക്കും. ഇവിടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഒരു സ്റ്റാൻഡേർഡ് നോം എന്ന് പറയുന്നത് 2:1 ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ടോട്ടൽ ബോറോഡ് ഫണ്ട്സ് ക്യാൻ ബി 2 times ഓഫ് ഇക്വിറ്റി ഓർ ഓൺഡ് ഫണ്ട്.
അതായത് കമ്പനിയുടെ ഇക്വിറ്റി ഫണ്ടിന്റെ 2 ഇരട്ടി 2 മടങ്ങ് വരെ ടോട്ടൽ ബോറോഡ് ഫണ്ട്സ് ആവാം. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോം ആയിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് 2:1 എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എ ഹൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് മോർ റിസ്ക് അറ്റാച്ച്ഡ് ടു ദി ബിസിനസ്. ഒരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതെന്താ മീൻ ചെയ്യണത്, ബിസിനസ്സിന് റിസ്ക് കൂടുതലാണ്. അത്തരത്തിലാണ് അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. യെസ്, ദെൻ ദ സെക്കൻഡ് വൺ, നമ്മുടെ രണ്ടാമത്തെ റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതായത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതിൻ്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ അത് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ നമ്മൾ കണ്ട 2 ടേംസ് ആണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും. അതിൽ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, പ്രിഫറൻസ് ഷെയർസ് അങ്ങനെയുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിബഞ്ചറിൻ്റെ മീതെ എഴുതിയിട്ടുള്ള 10%, 12%, 8% എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കമ്പനി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും അതെന്തായാലും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെയാണ് ബോണ്ടിൻ്റെ കേസുകളിലും. ബോണ്ട് 10% അല്ലെങ്കിൽ 12% എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വർഷവും ആ ബോണ്ടിന് പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് കൊടുക്കണം. ദെൻ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിലും എത്രയാണോ നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യേണ്ടത്, 10% ആണോ 8% ആണോ അല്ലെങ്കിൽ 7% ആണോ, എത്രയാണ് റേറ്റ് എന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് കൃത്യമായി നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ കമ്പനിക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഓരോ വർഷം ഫിക്സഡ് ആയി പേ ചെയ്യേണ്ട ചില ചാർജസ് ഉണ്ട്. അപ്പോൾ അത്തരം സെക്യൂരിറ്റീസിനെയാണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് നമ്മൾ പറയുന്നത്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സും സർപ്ലസസും ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസിനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കിട്ടുന്നത്. ഇനി ആ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ അതിനെ നമ്മൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. ഒരു ഫേം ഹൈലി ഗിയർഡ് ആണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക, ആ ഒരു ഫേമിൽ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് കൂടുതലാണെങ്കിൽ, അതായത് ബോണ്ടും ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയർസും ഒക്കെ ഒരു ഫേം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് ഹൈലി ഗിയർഡ്. ദെൻ നേരെ തിരിച്ച് ഒരു കമ്പനി അവിടുത്തെ ബോണ്ടും ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ഒക്കെ കമ്മിയാണെന്നുണ്ടെങ്കിൽ അത് ലോ ഗിയർഡ് ആണ്. ആൻഡ് ഇഫ് ദ റേഷ്യോ ഈസ് ലെസ് ദാൻ 1, റേഷ്യോ പറയുമ്പോൾ 1ൽ കുറവാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്നുണ്ടെങ്കിൽ കമ്പനി ലോ ഗിയർഡും, 1ൽ കൂടുതലാണെങ്കിൽ ഹൈലി ഗിയർഡും ആണ്. ഇനി ലോ ഗിയർഡ് ആണ് എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന് സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ്. ഹൈ ഗിയർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ റിസ്ക് അവിടെ എന്താണ്, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും. അത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ സെക്കൻഡ് റേഷ്യോ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ദ തേർഡ് വൺ, മൂന്നാമത്തെ റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ അല്ലെങ്കിൽ ഇക്വിറ്റി റേഷ്യോ. ഈ ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ടു ടോട്ടൽ അസറ്റ്സ് ഓഫ് ദി ഫേം. ഒരു ഫേമിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി അതും ആ ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റും അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ അല്ലെങ്കിൽ ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഈ ഇക്വിറ്റി റേഷ്യോനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്,
A high ratio indicates better safety to creditors. ഹൈ ആണ് നമ്മുടെ ഇക്വിറ്റി റേഷ്യോ എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ പൊസിഷൻ അവിടെ സേഫ് ആണ്. ഇനി അത് കുറവാണ്, ലോ ആണ് എന്നുണ്ടെങ്കിലോ അത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? The firm depends on borrowed funds. So the risk for creditors are higher. അതായത് നമ്മുടെ ഇക്വിറ്റി റേഷ്യോ കൂടുതലാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് റിസ്ക് കുറവാണ്. ഇക്വിറ്റി റേഷ്യോ കുറവാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് റിസ്ക് കൂടുതലാണ്. കാരണം ആ കമ്പനി കൂടുതലായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോറോഡ് ഫണ്ട്സിനെയാണ്. Then the fourth ratio, solvency ratio ആണ് നാലാമതായി പറയുന്നത്. Solvency ratio, it is the ratio of total borrowed funds to total asset. ഒരു കമ്പനിയുടെ ടോട്ടൽ ബോറോഡ് ഫണ്ട്സും ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സോൾവൻസി റേഷ്യോയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ഔട്ട്സൈഡേഴ്സ് ഇൻ ഫിനാൻസിങ് ദി അസറ്റ്സ് ഓഫ് എ ഫേം. ഒരു ഫേമിന് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ എത്രമാത്രം ബോറോഡ് ഫണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് കോൺട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. Solvency ratio is equal to total borrowed funds divided by total assets. കമ്പനിയുടെ ടോട്ടൽ ബോറോഡ് ഫണ്ട്സിനെ ടോട്ടൽ അസറ്റോട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോൾവൻസി റേഷ്യോ കിട്ടുന്നത്. ഇനി ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ് ഇക്വിറ്റി റേഷ്യോ. ഇക്വിറ്റി റേഷ്യോയിൽ നമ്മൾ എന്താ നോക്കിയത്? ഇക്വിറ്റി റേഷ്യോയിൽ ഇക്വിറ്റി ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ദെൻ നമ്മുടെ സോൾവൻസി റേഷ്യോയിൽ നമ്മൾ എന്താ നോക്കിയത്? ബോറോഡ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. സോ ഇനി നമ്മൾ ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ സോൾവൻസി റേഷ്യോ കിട്ടണമെങ്കിൽ 100 മൈനസ് ഇക്വിറ്റി റേഷ്യോ, അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സോൾവൻസി റേഷ്യോ കിട്ടും. അതായത് 100% ഇക്വിറ്റി റേഷ്യോ 60 ആണെന്നുണ്ടെങ്കിൽ സോൾവൻസി റേഷ്യോ എത്രയായിരിക്കും? 40 ആയിരിക്കും. ഇനി ഇക്വിറ്റി റേഷ്യോ 70 ആണെന്നുണ്ടെങ്കിൽ സോൾവൻസി റേഷ്യോ 30 ആയിരിക്കും. അതായത് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരു ഫേമിന്റെ ഇക്വിറ്റി റേഷ്യോ പ്ലസ് സോൾവൻസി റേഷ്യോ, അപ്പോഴാണ് നമ്മൾ 100 എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി റേഷ്യോ 70 ആണെങ്കിൽ സോൾവൻസി റേഷ്യോ 30 ആണ്. ഇക്വിറ്റി റേഷ്യോ 60 ആണെങ്കിൽ സോൾവൻസി റേഷ്യോ 40 ആയിരിക്കും പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇക്വിറ്റി റേഷ്യോയിൽ നമ്മൾ ഇക്വിറ്റി ഫണ്ടും ടോട്ടൽ അസറ്റും, സോൾവൻസി റേഷ്യോയിൽ ബോറോവ്ഡ് ഫണ്ടും ടോട്ടൽ അസറ്റും, അത്തരത്തിലാണ് നമ്മൾ റിലേഷൻഷിപ്പുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, നമ്മുടെ സോൾവൻസി റേഷ്യോനെ നമ്മൾ ഏത് രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുക? എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫേം ഈസ് ഡിപ്പെൻഡിങ് മോർ ഓൺ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഫോർ ഫിനാൻസിങ് അസറ്റ്സ്. സോൾവൻസി റേഷ്യോ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു കമ്പനി അവരുടെ അസറ്റുകളെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടി കൂടുതലായിട്ടും ഔട്ട്സൈഡേഴ്സിന്റെ ഫണ്ട്, അതായത് ബോറോഡ് ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സമയത്ത് അല്ലെങ്കിൽ അത്തരം കമ്പനീസിൽ ക്രെഡിറ്റേഴ്സിന്റെ പൊസിഷൻ സേഫ് അല്ല. ഇനി സോൾവൻസി റേഷ്യോ കുറവാണ്, ലോ ആണ് എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ പൊസിഷൻ സേഫ് ആണ്. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഔട്ട്സൈഡേഴ്സ് ഫണ്ട് കുറവാണ് കമ്പനി യൂസ് ചെയ്യുന്നത്. Then the fifth one, നമ്മുടെ അഞ്ചാമത്തെ റേഷ്യോ ആണ് റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത്. ഈ ഒരു റേഷ്യോയിൽ അതിൻ്റെ പേര് തന്നെ പറയുന്ന പോലെ നെറ്റ് വർത്തും അതേപോലെ ഫിക്സഡ് അസറ്റ്സും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത്. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. ഈ ഒരു റേഷ്യോനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് ഇഫ് ദ റേഷ്യോ ഈസ് ലെസ് ദാൻ 1, ഒന്നിൽ കുറവാണ് റേഷ്യോ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഐഡിയൽ. അതാണ് റൂൾ ഓഫ് തമ്പ് അല്ലെങ്കിൽ ദ സ്റ്റാൻഡേർഡ് നോം എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഫുൾ ഓഫ് ദ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് എ പാർട്ട് ഓഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ ആർ ഫിനാൻസ്ഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതായത് ഒന്നിൽ കുറവാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഫിക്സഡ് അസറ്റുകളും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും കൂടുതലായിട്ടും ഫിനാൻസ് ചെയ്യുന്നത് ഓണേഴ്സ് ഫണ്ട് എന്നാണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ്.
ഇനി റേഷ്യോ ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബോറോഡ് ഫണ്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഫിക്സഡ് അസറ്റ്സിനെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് ആ ഒരു റേഷ്യോനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. അതിൽ ഐഡിയൽ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഒന്നിൽ കുറവാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ എന്നുണ്ടെങ്കിൽ. ദെൻ ദ ലാസ്റ്റ് വൺ, ഏറ്റവും അവസാനത്തെ റേഷ്യോ ആണ് ഫണ്ടഡ് ഡെറ്റ് ടു ക്യാപിറ്റലൈസേഷൻ. ഈ ഫണ്ടഡ് ഡെറ്റ് ടു ക്യാപിറ്റലൈസേഷനിൽ എന്താ പറയണത്? ഫണ്ടഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ഡെറ്റ് ആണ്. ഒരു കമ്പനി ലോങ് ടേമിന് വാങ്ങിയിട്ടുള്ള ഡെറ്റിന്, ഒരു കമ്പനി കൊടുത്തു തീർക്കേണ്ട ലോങ് ടേം ഡെറ്റിനെയാണ് ഫണ്ടഡ് ഡെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ടേം ലോൺസ് എക്സെട്ര. ഒരു കമ്പനിക്ക് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അവർ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ടേം ലോൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം ഫണ്ടിനെയാണ് അല്ലെങ്കിൽ അത്തരം ഡെറ്റിനെയാണ് നമ്മൾ ലോങ് ടേം ഡെറ്റ് എന്ന് പറയുക. അതിനെ തന്നെയാണ് ഫണ്ടഡ് ഡെറ്റ് എന്ന് പറയുന്നത്. ദ ടേം ക്യാപിറ്റലൈസേഷൻ, ഇപ്പം നമ്മൾ ഫണ്ടഡ് ഡെറ്റ് ടു ക്യാപിറ്റലൈസേഷൻ എന്നാണ് പറഞ്ഞത്. അതിൽ ഫണ്ടഡ് ഡെറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയുള്ള ടേം ക്യാപിറ്റലൈസേഷൻ. ദ ടേം ക്യാപിറ്റലൈസേഷൻ മീൻസ് ടോട്ടൽ ക്യാപിറ്റൽ ഓർ ഫണ്ട്സ് യൂസ്ഡ് ഇൻ ദ ബിസിനസ്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ടോട്ടൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട്, അതിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് ഓർ ടോട്ടൽ ലാബിലിറ്റി. കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിനോ ടോട്ടൽ ലാബിലിറ്റിക്കോ ഈക്വൽ ആയിരിക്കും. ദെൻ ഫണ്ടഡ് ഡെറ്റ് ടു ക്യാപിറ്റലൈസേഷൻ ഈസ് ഈക്വൽ ടു, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടോട്ടൽ അസറ്റ്സ് ഓർ ലാബിലിറ്റീസ്. ഒന്നെങ്കിൽ ടോട്ടൽ അസറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ ടോട്ടൽ ലാബിലിറ്റീസ് ഉണ്ടോ, ലോങ് ടേം ഡെറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫണ്ടഡ് ഡെറ്റ് ടു ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ദെൻ നമ്മൾ അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? അതിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്? ദിസ് റേഷ്യോ സിഗ്നിഫൈസ് ദ എക്സ്റ്റെന്റ് ഓഫ് യൂസ് ഓഫ് ലോങ് ടേം ബോറോഡ് ഫണ്ട്സ് ഇൻ ഫിനാൻസിങ് ദി ടോട്ടൽ അസറ്റ്സ് ഓഫ് എ ഫേം. A high ratio indicates more leverage and more risk associated with the use of fund. അതായത് ഫണ്ടഡ് ഡെറ്റ് ടു ക്യാപിറ്റലൈസേഷൻ, ആ റേഷ്യോനെ നമ്മൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ലോങ് ടേം ഡെറ്റ്, അതായത് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് കൂടുതലാണ്. ലോ ആണ് റേഷ്യോ എന്നുണ്ടെങ്കിലോ അവിടെ കൂടുതലായി യൂസ് ചെയ്തിട്ടുള്ളത് ഇക്വിറ്റി ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. റിസ്ക് എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ സോൾവൻസി റേഷ്യോസ് ആണ്. ഒരു കമ്പനിയുടെ ലോങ് ടേം ലിക്വിഡിറ്റി, ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിനുള്ളതാണ് സോൾവൻസി റേഷ്യോസ് എന്ന് പറയുന്നത്. അതിൽ 6 ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.